പാർട്ട് 3 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സോയിൽ സാമ്പിൾ ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി സോളിഡ്സ് ആൻഡ് വാട്ടർ ഇൻ ഇറ്റ്സ് വോയിഡ് സ്പേസ് ഈസ് ക്ലാസിഫൈഡ് ആസ് വിച്ച് ടൈപ്പ് ഓഫ് ഫേസ് സിസ്റ്റം. സോളിഡ്സും ഉണ്ട്, അതിന്റെ വോയിഡ് സ്പേസിൽ മൊത്തം വാട്ടർ ആണെന്നും പറയുന്നുണ്ട്. ഇത് ഏതാണ്? ടു ഫേസ് സിസ്റ്റം ആണ് അത് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് അസംഷൻ ഫോർ വെയിറ്റ് ഓഫ് ദ എയർ ഫേസ്? വെയിറ്റ് ഓഫ് എയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ്? സീറോ ആയിട്ടാണ് എടുക്കുക. നെഗ്ലിജിബിൾ ആണല്ലേ? വെയിറ്റ് ഓഫ് എയർ ഇസ് ഈക്വൽ ടു സീറോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിഫൈൻസ് ദ വോയിഡ് റേഷ്യോ? വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. വോളിയം ഓഫ് വോയിഡ്സ് വി ആണ്, വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് വി എസ് ആണ്. അപ്പം വി ബൈ വി എസ് ആണ് എന്ത്? വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ വോയിഡ് റേഷ്യോ ഇ ഓഫ് എ സോയിൽ സാമ്പിൾ ഈസ് ഗിവൺ വിച്ച് ഫോർമുല കറക്റ്റ്ലി കാൽക്കുലേറ്റ് ഇറ്റ്സ് പൊറോസിറ്റി? വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ പൊറോസിറ്റി, അതായത് വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. എൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ബൈ 1 പ്ലസ് ഇ. ഇതാണ് എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. എൻ ഈസ് ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ഇ. ഇനി വോയിഡ് റേഷ്യോ പൊറോസിറ്റി തന്നിട്ട് വോയിഡ് റേഷ്യോ കാണാൻ എങ്ങനെയാണ് കാണുക? ഇ ഇസ് ഈക്വൽ ടു എൻ ബൈ 1 മൈനസ് എൻ. അപ്പം ഇവിടെ നമുക്ക് എൻ ഈസ് ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ഇ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ തിയററ്റിക്കൽ റേഞ്ച് ഫോർ വാല്യൂ ഓഫ് പൊറോസിറ്റി? പൊറോസിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. എന്താണ് ആൻസർ വരുന്നത്? 0 ലെസ് ദാൻ n ലെസ് ദാൻ 1. ഇതാണ് എന്ത്? പൊറോസിറ്റിന്റെ റേഞ്ച് വരുന്നത്. 0 ലെസ് ദാൻ n ലെസ് ദാൻ 1 ആണ്. ഇനി വോയിഡ് റേഷ്യോന്റെ റേഞ്ച് എന്താണ് വരുന്നത്? 0 ടു ഇൻഫിനിറ്റി ആണ് വോയിഡ് റേഷ്യോ വരിക. പൊറോസിറ്റിൻ്റെത് 0 ലെസ് ദാൻ ആൻഡ് ലെസ് ദാൻ 1 ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ സോയിൽ ഈസ് ഇൻ ഡ്രൈ കണ്ടീഷൻ വാട്ട് ഈസ് ഇറ്റ്സ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? ഡ്രൈ കണ്ടീഷനിലാണെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വിച്ച് റിലേഷൻഷിപ്പ് കറക്റ്റ്ലി ലിങ്ക്സ് ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആൻഡ് എയർ കണ്ടന്റ്? എസ് പ്ലസ് എ സി ഇസ് ഈക്വൽ ടു 1 ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പ്ലസ് എയർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് എന്ത് റിലേഷൻ പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ്? porosity into saturation, specific gravity into water content, void ratio into saturation, porosity into air content. എങ്ങനെയാണ് എയർ വോയിഡ്സ്? porosity into air content ആണ് നമ്മൾ, അതായത് porosity n into AC ആണ് എന്ത്? പെർസെൻറ്റേജ് എയർ വോയിഡ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് എയർ വോയിഡ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n into AC ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ഓവൻ ഡ്രൈയിങ് ടെമ്പറേച്ചർ ഫോർ സോയിൽ സാമ്പിൾസ് കണ്ടെയ്നിങ് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ? എന്താണ് ഓവൻ ഡ്രൈയിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? 105 ടു 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ഓവൻ ഡ്രൈയിങ് ടെമ്പറേച്ചർ ഫോർ സോയിൽ സാമ്പിൾസ് കണ്ടെയ്നിങ് സിഗ്നിഫിക്കന്റ് എമൗണ്ട്സ് ഓഫ് ഓർഗാനിക് മാറ്റർ? അപ്പോൾ ഓവൻ ഡ്രൈയിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ഓവൻ ഡ്രൈയിങ് ടെമ്പറേച്ചർ ഫോർ സോയിൽ സാമ്പിൾസ് containing significant amount of organic matter? എന്താണ് ആൻസർ വരുന്നത്? 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടന്റ് ഈസ് കൺസിഡർ ദ മോസ്റ്റ് അക്യുറേറ്റ് ലബോറട്ടറി മെത്തേഡ്? മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ് ആൻസർ വരിക. മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ്. ക്വിക്കസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ആണ് ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പൈക്നോമീറ്റർ മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടന്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ? കൊഹസീവ് സോയിൽ ലൈക്സ് ക്ലേ, ഓർഗാനിക് സോയിൽ, കൊഹഷൻലെസ് സോയിൽസ് ലൈക്ക് സാൻഡ്, എക്സ്പാൻസീവ് സോയിൽസ്. ഏതിനാണ് പൈക്നോമീറ്റർ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. കൊഹഷൻലെസ് സോയിൽ ആയിട്ടുള്ള സാൻഡിനാണ് എന്ത്? പൈക്നോമീറ്റർ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ദ വാട്ടർ കണ്ടന്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ മെഷറിംഗ് ദ പ്രഷർ ഓഫ് വിച്ച് ഗ്യാസ്? ഏത് ഗ്യാസ് ആണ് കാൽഷ്യം കാർബൈഡ് മെത്തേഡിലെ? അസറ്റിലിൻ ഗ്യാസ് ആണ് നമ്മൾ കാൽഷ്യം കാർബൈഡ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്? ഗാമ സബ് ഈസ് ഈക്വൽ ടു ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ്. ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗാമ സബ് ഈസ് ഈക്വൽ ടു ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ ഇനോർഗാനിക് സോയിൽ വാട്ട് ഈസ് ദ ടൈപ്പിക്കൽ റേഞ്ച് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി? സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ടൈപ്പിക്കൽ റേഞ്ച് ഇനോർഗാനിക് സോയിൽസ് ആണെങ്കിൽ 2.65 to 2.80 ആണ്. ടൈപ്പിക്കൽ റേഞ്ച് ഫോർ ഇൻഓർഗാനിക് സോയിൽസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ടൈപ്പിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 2.65 to 2.80 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which relationship correctly calculates the dry unit weight using the bulk unit weight and water content? Gamma D is equal to എന്താണ്? Gamma by 1 plus W. ഈ റിലേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. Dry unit weight is equal to bulk unit weight divided by 1 plus W. Gamma D is equal to Gamma by 1 plus W. ഇങ്ങനെ കുറേ റിലേഷൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിലൊരു റിലേഷൻ ആണ് Gamma D is equal to Gamma by 1 plus W. അടുത്ത ക്വസ്റ്റ്യൻ. Which isotope is typically used as the radioactive source in the radiation method for determining moisture content? നമ്മൾ ഏതാണ് റേഡിയേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്? കൊബാൾട്ട് 16 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? Which isotope is typically used as the radioactive source in the radiation method for determining moisture content? കൊബാൾട്ട് 16 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്. ദ കോർ കട്ടർ മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഡിറ്റർമൈനിങ് ഇൻസിറ്റു ഡെൻസിറ്റി ഓഫ് വിച്ച് സോയിൽ ടൈപ്പ്? കോർ കട്ടർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സോയിൽ ടൈപ്പിലാണ്? സോഫ്റ്റ് കൊഹസീവ് സോയിൽ ആണോ, ഗ്രാവലി സോയിൽ ആണോ, ഹാർഡ് റോക്കി സ്ട്രാറ്റി ആണോ, ഡ്രൈ സാൻഡ് ആണോ? നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് കൊഹസീവ് സോയിലിനാണ് നമ്മൾ കോർ കട്ടർ മെത്തേഡ്, അതായത് സി എന്ന് ആലോചിച്ചാൽ മതി. അപ്പം സോഫ്റ്റ് കൊഹസീവ് സോയിൽസിനാണ് നമ്മൾ കോർ കട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഇത്ര തെറ്റാണ്. ആൻസർ വരുന്നത് എന്താണ്? സോഫ്റ്റ് കൊഹസീവ് സോയിൽ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ ആസ് പാർട്ടിക്കിൾ സൈസ് ഡിക്രീസസ്? പാർട്ടിക്കിൾ സൈസ് കുറയുന്നതനുസരിച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ ചെയ്യുക? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയാണ് ചെയ്യുക. അതായത് പാർട്ടിക്കിൾ സൈസും സ്പെസിഫിക് ഗ്രാവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് പാർട്ടിക്കിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താവുകയാണ് ചെയ്യുക? കുറയാണ് ചെയ്യുക. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സോയിൽ? ഗാമ ഡി, ഗാമ സെറ്റ്, ഗാമ സബ്, ഗാമ ബൾക്ക്. ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഫസ്റ്റ് ഗാമ സാറ്റ്, അതിനുശേഷം ഗാമ ബൾക്ക്, പിന്നെ ഗാമ ഡ്രൈ ആൻഡ് ദെൻ ഗാമ സബ്. ഇങ്ങനെയാണ് വരുന്നത്. സാറ്റ്, ബൾക്ക്, ഗാമ ഡി ആൻഡ് ഗാമ സബ്. ഇതാണ് ഒരു കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. സോയിലിന്റെ ഡെൻസിറ്റി അനുസരിച്ചുള്ള കറക്റ്റ് ഓർഡർ ഗാമ സാറ്റ്, ഗാമ ബൾക്ക്, ഗാമ ഡി ആൻഡ് ഗാമ സബ്. ഇനി അടുത്തത്. ഇൻ ദ ടോർഷൻ ബാലൻസ് മെത്തേഡ് ഫോർ വാട്ടർ കണ്ടന്റ്, ഡ്രൈയിങ് ആൻഡ് വെയിങ് ആർ പെർഫോംഡ് സൈമിൾട്ടേനിയസ്ലി യൂസിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? കൺവെൻഷൻ ഓവൻ, ബെൻസൺ ബാരൽ, മൈക്രോവേവ് റേഡിയേഷൻ, ഇൻഫ്രാറെഡ്. ഏതിലാണ് ടോർഷൻ ബാലൻസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈയിങ് ആൻഡ് വേവിങ് സൈമിൾട്ടേനിയസ്ലി നമ്മൾ പെർഫോം ചെയ്യുന്നത്. ടോർഷൻ ബാലൻസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പ്രോപ്പർട്ടി ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു ദ വോളിയം ഓഫ് വോയിഡ്സ്? വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. അടുത്തത്. വാട്ട് ഈസ് ദ ടൈപ്പിക്കൽ കപ്പാസിറ്റി ഓഫ് ഡെൻസിറ്റി ബോട്ടിൽ യൂസ്ഡ് ഫോർ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ടെസ്റ്റിംഗ്? ഡെൻസിറ്റി ബോട്ടിലിന്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 50 ml ആണ് ഡെൻസിറ്റി ബോട്ടിൽ യൂസ്ഡ് ഫോർ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ടെസ്റ്റിംഗിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 ml ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിലേഷൻഷിപ്പ് ES is equal to WG is fundamental in soil mechanics. What does W represent? ES is equal to WG യിൽ W എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ്. ഇനി നമുക്ക് 24th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സോയിൽ സാമ്പിൾ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്, അതായത് S is equal to 100%, അങ്ങനെയാണെങ്കിൽ അതിന്റെ എയർ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൽ എയർ ഉണ്ടാവില്ല, കാരണം ആ ഒരു വോയിഡ്സ് മൊത്തം വാട്ടർ ആയിരിക്കും. അപ്പൊ അവിടെ എയർ ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? 0 ആണ് വരിക. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് യൂണിറ്റ് വെയിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആർക്കിമിഡീസ് പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതാണെന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ആണ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.